Troubled times hit you, I see. I put you first, that's all I need. I humble all I am, all to you. One way, Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. You were always there, in every how and everywhere. Your grace abounds so deeply within me. You will never change. Yesterday, today, the same. Forever till forever needs no end. One way, Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. You are the way, the truth, and life. We live by faith and not by sight. For you, we're living all for you. You are the way, the truth, and life. We live by faith and not by sight. For you, we're living all for you. You are the way, the truth, and life. We live by faith and not by sight. For you, we're living all for you. You are the way, the truth, and life. We live by faith and not by sight. For you, we're living all for you. One way, and Jesus, you're the only one that I could live for. One way, and Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. One way, Jesus, you're the only one that I could live for. ഞാനിന്ന് വചനത്തിലോട്ടൊന്ന് കടക്കട്ടെ. നമുക്കിന്ന് സങ്കീർത്തനം 46 സങ്കീർത്തനം 2 വാക്യം മാത്രം വായിക്കാൻ താല്പര്യപ്പെടുന്നു. 46 സങ്കീർത്തനം 10ഉം 11ഉം. അതിന് ചെറിയൊരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്ന ഇതാ: Whatever you're facing, be still. Whatever you're facing, be still. ഞാനതൊന്ന് വായിക്കട്ടെ. English, be still and know that I'm God. I will be exalted among the nations. I'll be exalted in the earth. The Lord of hosts is with us. The God of Jacob is our fortress. മലയാളത്തില് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുമീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. സ്തോത്രം. ഞാന് ഒരു ടാക്സി ഡ്രൈവറിന്റെ കാര്യം കേട്ടു. ഒരു വ്യക്തി ഒരു ടാക്സി കയറി. ഈ ടാക്സി ഡ്രൈവർ ഇങ്ങനെ ആ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് ഈ പാസഞ്ചർ മുന്നോട്ട് ലീൻ ചെയ്തപ്പോൾ ഷോൾഡറിൽ ഒന്ന് കൊട്ടി. ഏതോട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആള് ഭയപ്പെട്ട്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആള് ആ തോളത്ത് കൊട്ടുന്ന അത് അനുഭവിച്ച് ഭയപ്പെട്ട് വണ്ടി കൺട്രോൾ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി
ഒരു ബൈക്ക് ചെന്ന് ഇടിക്കേണ്ടിയായിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റ് മിസ് ചെയ്തു. തിരിഞ്ഞു പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ബസ്സുണ്ട്, അതും മിസ് ചെയ്തു. അവസാനം സൈഡില് കേർബിൽ ചെന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ ഇടിച്ചില്ല, ജസ്റ്റ് ഇഞ്ചസ് അവേ അവിടെ ചെന്നു. രണ്ടുപേരും വല്ലാതെ ഷോക്കിലായി. എന്ത് സംഭവിച്ചു എന്ന് രണ്ടുപേർക്കും ഒരു പിടിയില്ല. രണ്ടുപേരും കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ്, ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഡ്രൈവറും ഇങ്ങനെ അങ്ങ് സ്തംഭിച്ചിരിക്കുക. പാസഞ്ചർ ഡ്രൈവറിനോട് ചോദിച്ചു, എന്തു പറ്റി, കുഴപ്പമില്ലയോ? ഡ്രൈവർ പറഞ്ഞു, ഇത് എന്റെ കുറ്റം തന്നെയാണ്. പുള്ളി പറഞ്ഞു, ഞാന് 28 വർഷം ശവം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാ ഞാന് ഓടിച്ചിട്ടുള്ളത്. 28 വർഷം ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഓടിച്ചിട്ട് ഉള്ളത്. ഇന്ന് ടാക്സി ഓടിക്കുന്ന ആദ്യത്തെ ദിവസമായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പാസഞ്ചർ എൻ്റെ തോളത്ത് തൊട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പേടിച്ചാന്ന് പറഞ്ഞു. ഭയപ്പെടുത്തുന്ന കാര്യം എന്തൊക്കെയാ? What puts fear in you? ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. What are the things that scare the daylights out of you? ചിലർക്ക് തോൽവിയായിരിക്കും, ചിലർക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങളായിരിക്കാം, ചിലർക്ക് അടുത്ത ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് ഡോക്ടർ എന്തുവാ പറയാൻ പോകുന്നതെന്നായിരിക്കാം, ചിലർ മാനസികമായിട്ട് അനുഭവിക്കുന്ന ചില സംഘർഷങ്ങളായിരിക്കാം, ചിലർ ഡിപ്രഷനായിരിക്കാം, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ബിസിനസ് തോൽവി വന്നത്. ഇങ്ങനെ പല പല കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് ഒക്കുമോ? മിണ്ടാതിരുന്ന്, ആക്ച്വലി ഇംഗ്ലീഷില് അതിന്റെ വാക്ക് ശാന്തമായിരുന്നെന്ന് പറയുന്നത്. മിണ്ടാതിരുന്ന്, ശാന്തമായിരുന്നു. ഇതിന്റെ മധ്യേ ഞാൻ ശാന്തമായിരിക്കാനോ? ഞാൻ അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിന് മധ്യേ ഞാൻ എങ്ങനെ ശാന്തമായിരിക്കും? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ ഈ വാക്യം ഒന്നുകൂടെ നോക്കിയോട്ടെ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. ഞാന് ഇതിന്റെ ഓരോ പദം ചുരുക്കമായിട്ട് ഒന്ന് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. ശാന്തമായിരുന്നു, മിണ്ടാതിരുന്നു, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട്. ബി സ്റ്റിൽ ബിക്കോസ് ഐ ആം ഗോഡ്. അതിന്റെ ആദ്യത്തെ ഒരു പദം ഇതാണല്ലോ. ദൈവമെന്നുള്ള നിലയിൽ ദൈവത്തിനാണ് അതിന്റെ ഫൈനൽ സേ ഉള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പുറമോട്ട് നോക്കിയാൽ, പ്രത്യേകിച്ച് കുറച്ച് നരച്ച മുടിയുള്ളവർ പറയും, എനിക്ക് നരച്ച മുടി കുറവാണ്, എന്നാലും പ്രത്യേകിച്ച് കുറച്ച് നരച്ച മുടിയുള്ളവർ പറയും, ജീവിതത്തിൽ പുറമോട്ട് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത്, പിടിച്ചു കുലുക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിന്റെ മധ്യേ ദൈവം പറയുന്നു, ബി സ്റ്റിൽ. See, because God has the final say in whatever happens. നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിക്കും, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. സ്തോത്രം. ഏലിയാവിന്റെ കാര്യം അറിയാമല്ലോ. ഏലിയാവ് വിചാരിച്ചു ഏലിയാവ് മാത്രമേ ഉള്ളൂ ഇനിയും യഹോവയുടെ പ്രവാചകന്മാരാണ്. എന്നാലും ബാലിന്റെ പ്രവാചകന്മാര് 450 പേരുണ്ട്, ഞാൻ മാത്രമുണ്ട്. എന്നാലും ദൈവം ഓർപ്പിച്ചൊരു കാര്യം ഇതാണ്, അങ്ങനല്ല, 7000 ഉണ്ട്. അവരുടെ മുട്ട് ബാലിന്റെ മുമ്പാകെ മടങ്ങിയിട്ടില്ല. 7000 മടങ്ങിയിട്ടില്ലാത്തത് 7000 ഞാൻ എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ദൈവം പറയും.
നമ്മുടെ സർക്കംസ്റ്റാൻസ് നോക്കുമ്പോൾ, നമ്മുടെ അനുഭവം നോക്കുമ്പോൾ എല്ലാം തോൽവിയായി, എല്ലാം തീർന്നു, ഒന്നും സാധ്യമല്ല. But God is the final say. Why? Because He is God. അതുകൊണ്ട് നമ്മുടെ പ്രയാസത്തിന്റെ മധ്യേ നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ പിതാവ്, എന്റെ ദൈവം, He is God over all things. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആ അറിവിൽ we need to learn to be still. ആ വാക്യം ഒന്നുകൂടെ നോക്കാം. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. നമ്മൾക്ക് ആദ്യം മിണ്ടാതിരുന്ന് അല്ലെങ്കിൽ ശാന്തമായിരുന്നു ദൈവമെന്ന് അറിയും. അപ്പം ദൈവമാണെന്നുള്ള അറിവ്. അപ്പൊ പറയും, പിന്നെ ഇതെനിക്ക് അറിയത്തില്ലയോ? തീർച്ചയായിട്ടും അറിയാത്ത കാര്യമല്ലോ, ഇത് പുതിയ കാര്യം. അറിയാമോ? അറിയാം, ഇവിടെ അറിയാം. എന്നാലും ഇവിടെ നിന്ന് താഴോട്ട് വന്ന് നമ്മുടെ ഹൃദയത്തിൽ അറിയുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്ന ആ പ്രയാസത്തിന്റെ ആ ടൈമിൽ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസിന്റെ മധ്യേ പലപ്പോഴും നമ്മൾ അതങ്ങ് മറന്നു. ദൈവത്തെക്കാട്ടിലും വലുത് ആ എക്സ്പീരിയൻസ് ആയി പോവാം, അല്ലെങ്കിൽ ദൈവത്തെക്കാട്ടിലും വലുതായിരിക്കും നമ്മുടെ വേദന, നമ്മുടെ പ്രയാസം. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. Be still and know that He is God. ഇവിടെ ഉള്ള അറിവല്ല, നമ്മുടെ ഹൃദയത്തിൽ ഉള്ള അറിവാണ്. രണ്ടാമത്, be still because God will be exalted among the nations. ഈ രാജ്യങ്ങള് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ തന്നെ നോക്കിയാൽ, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ഒരു പത്രം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരഭിപ്രായം, വേറെ ഒന്നും വായിക്കുമ്പോൾ വേറെ അഭിപ്രായം. ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞ് വേറൊരു വ്യക്തി വേറൊരു കാര്യം പറഞ്ഞു. പല കാര്യങ്ങള് എന്ത് വിശ്വസിക്കണം, എന്ത് മനസ്സിലാക്കണം, ഒരു പിടിയില്ല. നമുക്ക് ചില അഭിപ്രായങ്ങൾ കാണും, 10 പേർക്ക് 10 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. രാജ്യങ്ങള്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അനേക രാജ്യങ്ങള് അവരുടെ പവർ കാണിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നു. ഓരോ വ്യക്തികളും അല്ലെ ഓരോ രാജ്യങ്ങളും അതിലെ ലീഡേഴ്സ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു. We need to realize that God will be exalted even among all the nations. അപ്പൊ എന്റെ വിഷയത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെ? എന്റെ വിഷയം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. എന്നാലും അത് മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ, knowing that God is God over my life, but I also need to remember that this same God is exalted among the nations. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മീതെയാണ് ഇതേ ദൈവം. ഏത് ദൈവം? എന്റെ പിതാവായിരിക്കുന്ന ദൈവം. Learn to be still. പ്രവാചകൻ ഹബക്കൂക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ടാ ഈ രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങള്, ഇത്രയും ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടല്ലോ. ദൈവം ഹബക്കൂക്കിനെ ഒന്ന് ശാന്തപ്പെടുത്തിയിട്ട് പറഞ്ഞു, വേണ്ട, ഒന്നും വിഷമിക്കണ്ട, ഞാന് ഓരോ രാജ്യങ്ങൾക്കും ഓരോ രാജാക്കന്മാർക്കും ആരൊക്കെയാണെന്ന് അവിടെ ഉള്ളത് അവർക്കെല്ലാവർക്കും തക്കതായ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്നും വിഷമിക്കണ്ട. Learn to be still. Learn to be still because God will be exalted among all the nations. ആ വാക്യം ഒന്നുകൂടെ നോക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. Be still because God will be exalted in the earth. ഈ ഭൂമിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഭൂമിയെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെ? ചിലർ പറയും ഈ ഭൂമിക്ക് ഒരു പ്രശ്നമില്ല, ചിലർ പറയും അല്ല ഗ്ലോബൽ വാർമിംഗ്, ചിലർ പറയും ഇങ്ങനെ പ്രശ്നം. ഒത്തിരി പ്രശ്നങ്ങൾ ഭൂമിയെ കുറിച്ച് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നേച്ചറിന്റെ ഫോഴ്സസ് നോക്കിയാല് മഴ, ഫ്ലഡ്സ്, അല്ലെ, സൈക്ലോൺ, എർത്ത്ക്വേക്സ്, വോൾക്കനോ, സുനാമിയോ എന്തൊക്കെയാണോ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു, രാജ്യത്തിലെ ഓരോ രാജ്യങ്ങളില് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാലും അതിന്റെ മധ്യം നമ്മൾ ഓർക്കേണ്ട ഇതാണ്,
be still because God will be exalted in the earth. ദൈവം സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ ഈ ഭൂമിയുടെ മേലും ദൈവത്തിന് അധികാരമുണ്ട്. ഇപ്പൊ ഞാൻ ഓർത്തോണെ, നമ്മൾ ചിന്തിക്കുന്നത് എന്റെ ചിന്ത, എന്റെ പ്രശ്നം, എന്റെ ഭാരം, എന്റെ വേദന, ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ കടന്നു ഞെരുങ്ങുവാണ്. എന്നാലും അത് തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കണം, എന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരത്തിലുണ്ടെന്ന്. Be still because God is God. അത് എന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. എൻ്റെ കൂടെ ഓർക്കേണ്ട ഇതാണ്, ദൈവം എല്ലാ രാജ്യങ്ങളുടെ മീതെ ദൈവമാണെന്നും, രണ്ടാമത് ദൈവം ഈ ഭൂമിയുടെ മീതെ, ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാത്തിനു മേലും ദൈവത്തിന് അധികാരമുണ്ട്. 1992 ഞങ്ങള് ഫ്ലോറിഡയിൽ ആദ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. മയാമിക്ക് ജസ്റ്റ് നോർത്ത് ഫോർട്ട് ലോഡേ എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്. അന്ന് ഇങ്ങനൊരു ഓഗസ്റ്റ് മാസമായിരുന്നു ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പോയ ഫസ്റ്റ് വീക്കിൽ തന്നെ അവിടെ ഒരു ഹറിക്കെയിൻ വന്നു. അവിടെ നമ്മൾ ഈ ഹറിക്കെയിൻ എല്ലാം പേരിടുമല്ലോ, ആ ഹറിക്കെയിൻ്റെ പേര് ആൻഡ്രൂ എന്നുള്ള പേരായിരുന്നു. ഒരിക്കലും അത് മറക്കത്തില്ല. കാരണം അവിടെ ചെന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആൻഡ്രൂ വരുന്നത്. ഞങ്ങളെ ഫോളോ ചെയ്ത പോലെ ആയിരുന്നു. ആൻഡ്രൂ വന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100 വർഷത്തിൽ അമേരിക്കയിൽ ഇത്രയും പവറുള്ള, ഇത്രയും ഫോഴ്സ് ഉള്ള ഒരു ഹറിക്കെയിൻ ഉണ്ടായിട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞിട്ട് മയാമിയുടെ സൗത്തിലുള്ള ചില ഏരിയസിലൊക്കെ ഞങ്ങൾ പോയി. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ഒന്നുമില്ല, അങ്ങ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അവിടെ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി, എല്ലാ ഭവനങ്ങളായിരുന്നു. അങ്ങോട്ട് നോക്കിയാൽ മൊത്തം അങ്ങ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഞാനോട് തന്നെ ദൈവമേ, ഇങ്ങനെയുള്ള അവിടെ ആരും മരിച്ചില്ല. കാരണം ആ ഏരിയ ഹറിക്കെയിൻ്റെ ഹറിക്കെയിൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നേരത്തെ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. എന്നാലും കംപ്ലീറ്റ് അത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. എന്നാലും ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്, God will be exalted in the earth, so be still. നേച്ചറിന് മേൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല, അല്ലെ? ദൈവത്തെ വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാ, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെ പോലും അവർ പറയും ഇറ്റ് ഇസ് an act of God എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും, അല്ലെ? അതേപോലെ തന്നെയാണ് ഭൂമിയൊലുക്കം, എർത്ത്ക്വേക്ക്. ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് 1-2 ചെറിയ അനുഭവം മാത്രം. അതുപോലെ ആദ്യത്തെ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഏകദേശം 1984 കാലിഫോർണിയയില് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയത്. ഞാൻ ന്യൂയോർക്കിലാണ് വളർന്നത്. അവിടുന്ന് കാലിഫോർണിയ ഏകദേശം ഒരു ഫ്ലൈറ്റിൽ 6 മണിക്കൂർ ദൂരമുണ്ട്, അതിന്റെ മറ്റേ അറ്റത്താണ്. അപ്പൊ എനിക്കൊരു 17 വയസ്സേ ഉള്ളൂ ഞാൻ പോയപ്പോഴേ. എന്നാലും ആ പോയ അതേ വർഷം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റൂമിലിരിക്കുക, ഹോസ്റ്റലിൽ റൂമിലിരിക്കുക, ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കസേര പുറമോട്ട് ഇട്ട് ഇങ്ങനെ ആടി ഇങ്ങനെ വായിക്കുക. അറിയാമല്ലോ, 2 കാലേ മാത്രം ഇങ്ങനെ ആടി ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ ആടിക്കൊണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ എൻ്റെ ശരീരം ഇങ്ങനെയും കൂടെ ആടുക. ഇതുവരെ അനുഭവിച്ച് ഞാൻ ഉടനെ തന്നെ മേശ കയറി പിടിച്ചു. എന്തുവാ നേരത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം. ഈ ഒരു അനുഭവം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു എർത്ത്ക്വേക്ക് അല്ല, ഇതൊരു ട്രെമറാണ്. എർത്ത്ക്വേക്കിന്റെ ചെറിയൊരു കുലുക്കം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് അത് അനുഭവിക്കുന്ന ഭയപ്പെട്ടു പോയി. എന്തുവാന്ന് എനിക്കൊരു പിടിയില്ല. കംപ്ലീറ്റ് ആയിട്ട് ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. യേശു ശിഷ്യന്മാരുടെ കൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂടെ ഒരു പ്രത്യേക കാര്യം ഇതാണ്, ഫോഴ്സസ് ഓഫ് നേച്ചർ. ഈ പ്രകൃതിയുടെ മേൽ യേശുവിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് അവിടെയും കാണിച്ചായിരുന്നു, അല്ലേ? ഈ ശിഷ്യന്മാര് ആ ബോട്ടിലായിരുന്നപ്പോൾ കാറ്റും തിരമാലയും എല്ലാം അതിനെ ഓവർ പവർ ചെയ്തിട്ട് അവർ തീരുമാനിച്ചു നമ്മൾ മരിക്കാൻ പോവാം, ഇത് മുങ്ങാൻ പോവാ, നമ്മൾ മരിക്കാൻ പോവാ. ഇവര് എക്സ്പെർട്ടാണ്, അല്ലേ? ഇവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഇവർക്കറിയാം ഇതിന്റെ
കാറ്റും ഇതിന്റെ തിരമാലയും ഇതിന്റെ ആ വെള്ളത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അവർക്കറിയാം എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്നാലും നമുക്കറിയാം യേശു വെള്ളത്തിന് മേലെ നടന്ന് അവിടെ വന്നു. അതിന്റെ അർത്ഥം എന്തുവാ? യേശു അവരെ കാണിക്കുക കാറ്റിന്റെ മേലും വെള്ളത്തിന്റെ മേലോ എല്ലാ നാച്ചുറൽ ഫോഴ്സസിന്റെ മേലുള്ള പൂർണ്ണ അധികാരം ദൈവത്തിനുണ്ടെന്ന് നമ്മളെ ഓർപ്പിക്കുക. യേശുവിന് ഇതിന്റെ മേലെല്ലാം അധികാരമുണ്ടെന്ന് അവരെ ഓർപ്പിക്കുക, നമ്മളെ ഓർപ്പിക്കുക. നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്തുവാ? ബി സ്റ്റിൽ ബിക്കോസ് ഐ ആം ഗോഡ്. നമ്മൾ ഓർക്കത്തില്ല നമ്മുടെ പ്രശ്നങ്ങൾ അതിനെക്കാട്ടിലും വലുതാ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ആ ഞെരുക്കം അതിനെക്കാട്ടിലും വലുതാണ്. ആര്? എന്തിനെക്കാട്ടിലും വലുതാ? ദൈവത്തെക്കാട്ടിലും വലുതാ നമ്മൾ ചിന്തിക്കും. ദൈവത്തെ മറക്കുക. നമ്മൾ പലപ്പോഴും ദൈവത്തെ അങ്ങ് മറക്കുക. അപ്പം പറയുമോ, ഞാൻ അങ്ങനെ ദൈവത്തെ മറക്കാറില്ല, ആ പ്രശ്നം ഒന്ന് വരട്ടെ, നമ്മളെ പിടിച്ചു കുളിക്കുന്ന പോലൊരു പ്രശ്നം വരട്ടെ, ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. പലപ്പോഴും നമ്മളത് വിട്ടുപോകും. നമുക്കറിയാം ബി സ്റ്റിൽ, നമുക്കറിയാം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ബി സ്റ്റിൽ ബിക്കോസ് ഐ ആം ഗോഡ്. നമുക്കതറിയാം. നമ്മുടെ അറിവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബ്രെയിനിൽ മാത്രം അറിയത്തുള്ളൂ. എന്നാലും യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് അത് ഇറങ്ങി വരണം, നമ്മുടെ വികാരത്തിലോട്ട് ഇറങ്ങി വരണം. അത് കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായ കാര്യം. രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്നും ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ അധികാരമുണ്ടെന്നും നമ്മളെ തന്നെ ഒന്നുകൂടെ ഓർപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് നോക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഇത് കേട്ടോണേ, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. Be still because the Lord of hosts is with us. സൈന്യങ്ങളുടെ ഏത് സൈന്യം? ദൈവത്തിന് ദൂതന്മാരുടെ ഒരു സൈന്യമുണ്ട്. അപ്പം നമ്മുടെ ആ പ്രയാസത്തിന് മധ്യേ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട പല ലെവലിലുണ്ട്. ഒന്ന്, എല്ലാ രാജ്യങ്ങളുടെ മീതെ ദൈവത്തിന്റെ അധികാരമുണ്ട്. ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. അതിനോടൊപ്പം തന്നെ ദൈവത്തിന് നമുക്ക് ആർക്കും കാണാനൊക്കാത്ത ഒരു സൈന്യമുണ്ട്. ഇറ്റ്സ് an unseen army of angels. അത് ദൈവത്തിനുണ്ട്. The Lord of hosts is with us. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. ആ സൈന്യങ്ങളുടെ യഹോവ എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ്. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന് മകനാണ്. പിതാവിനുള്ള എല്ലാം എന്റേതാണ്. All the resources that's available to the Father, it's mine. സ്തോത്രം. നമ്മൾ എന്തൊക്കെയാ ഇന്ന് അനുഭവിക്കുന്നത്? ഒരു സൈന്യം നമുക്ക് വേണ്ടിയുണ്ട്. അത് ഇച്ചിരി പാടാ. കാരണം നമ്മളൊരു പ്രശ്നം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യത്യാസമുണ്ട്. ഞാൻ ആ വണ്ടി ഓടിക്കുന്ന കാര്യം, ആ ക്യാബ് ഡ്രൈവറിന്റെ കാര്യം ഒരു തമാശ പറഞ്ഞെങ്കിലും എന്നെ കേൾക്കുന്ന ചിലര് വർഷങ്ങളായിട്ട് മാറാത്ത ചില രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ അനുഭവിച്ചായിരുന്നു. ഏകദേശം ഒരു 17 വർഷം വളരെ അക്യൂട്ടായിട്ടൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ ഒരു 6 വർഷം ഭയങ്കര പ്രശ്നമായിരുന്നു. ചിലപ്പോൾ മാസങ്ങൾ ഞാൻ കിടപ്പിലായിട്ട്. യഹോവ പ്രവർത്തിക്കും, ഒരു ദൈവപ്രവൃത്തി ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. എന്നാലും ആ പ്രവൃത്തി നമ്മൾ കാണുന്നില്ലല്ലോ. ദൈവം കാണുന്നു, ദൈവം അറിയുന്നുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, എന്നാലും പ്രതികരിക്കുന്നില്ല, ഉത്തരം അറിയുന്നില്ല. എന്ത് ചെയ്യും? Long-term sickness, behavioral problems, addictions, constant failures, പിന്നെയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോൽവി, എപ്പോഴും തോൽവി അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
അറിയാനൊക്കത്തില്ല, നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. The Lord of hosts is with us. നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിനൊരു സൈന്യമുണ്ട്. ആ സൈന്യം നമ്മുടെ റിസോഴ്സായിട്ട് ദൈവം നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. യേശു ഒരു പ്രാവശ്യം ഒരു ഭൂതത്തെ പുറത്താക്കി. സംസാരിക്കാനൊക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്നാലും ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ മറ്റുള്ളവര് യേശുവിനെ ക്രിട്ടിസൈസ് ചെയ്തു, കുറ്റം പറഞ്ഞു. They said he cast out demons by Beelzebub, the prince of demons. ഈ ഭൂതങ്ങളുടെ യജമാനന്റെ ആ ശക്തി കൊണ്ട്, ലൈക്ക് ഒരു ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച യേശു ഭൂതത്തെ പുറത്താക്കിയത്. എന്നാലും യേശു അവരെ അത് കറക്റ്റ് ചെയ്തിട്ട് യേശു പറഞ്ഞു, അവരുടെ റീസണിങ് പോലും റിഡിക്കുലസ് ആണെന്ന് പറഞ്ഞു. എന്നാലും യേശു അവിടെ എടുത്ത് കാണിക്കുവാന്ന്, ഭൂതങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്, ആത്മീയ മണ്ഡലത്തില് യേശുവിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തി പല പല ലെവൽസിലുണ്ട്. ഞാൻ നോക്കുന്ന എന്റെ ജീവിതത്തിലെ വിഷയം അല്ലേ, എന്നാലും ഞാൻ ഇച്ചിരി ഹോളിസ്റ്റിക് ആയിട്ട്, ഇച്ചിരി ബ്രോഡായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, എന്റെ പിതാവ്, എന്റെ അപ്പൻ ഈ ഭൂമിയിലുള്ള രാജ്യങ്ങളുടെ മീതെ അധികാരമുണ്ട്, ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. സ്തോത്രം. അത് മാത്രമല്ല, ആകാശങ്ങളിൽ ഉള്ള പൈശാചിക ശക്തിയുടെ മേലും യഹോവയ്ക്ക് അധികാരമുണ്ട്. അതിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യം ഉണ്ട്. എനിക്കറിയത്തില്ല നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചിന്താഗതി ഇങ്ങനെയുള്ള പൈശാചിക ശക്തിയെ കുറിച്ച്. ചിലർക്കൊരു ചിന്തയുണ്ട്, അതൊന്നും ഇതെല്ലാം വെറുതെയാ, ഇതൊക്കെ ചുമ്മാതെ കെട്ടുകഥയാ എന്നോ ചിന്തയുള്ളവരുണ്ട്. എന്നാലും അത് അനുഭവിച്ചിട്ടുള്ളവര്, അത് ഡീൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ആക്ച്വലായിട്ട് ഇങ്ങനൊരു സംഗതിയുണ്ട്. ഭയങ്കരമായിട്ട് പൈശാചിക ശക്തികൾ ദേശത്തൊക്കെയും ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഈ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യത്തും, ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കൂടുതലോ മറ്റുള്ളിടത്ത് കുറവോ ഒന്നുമില്ല, എല്ലാ രാജ്യത്തിലും ഉള്ളതാണ്. എന്നാലും അത് എല്ലാ രാജ്യത്തിലും ഉള്ളതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഈ സൈന്യം ദൈവത്തിന്റെ ഒരു ദൂതന്മാരുടെ ഒരു സൈന്യമാണ് നമ്മോട് കൂടെ. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. അവസാനം യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. Be still because the God of Jacob is our fortress. ഒരു ദുർഗം, ഒരു ഫോർട്രസ്. ഒരു യുദ്ധത്തിന്റെ സമയത്ത് രാജാക്കന്മാര് അവർ താമസിക്കുന്നിടത്തും അവർക്കൊരു ഫോർട്രസ് ആയിട്ടുണ്ട്. അത് അവർക്കൊരു പ്രൊട്ടക്ഷനാണ്. ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത അനുഭവം വരുമ്പോഴാണ് ഭയവും ഭീതിയും കൂടുന്നത്. എന്നാലും ആ ഫോർട്രസ്, ആ ദുർഗം, അവിടോട്ട് നമുക്ക് പോകാമെങ്കിൽ, അത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളായിരിക്കാമെങ്കിൽ അത് നമുക്ക് വലിയൊരു വിജയമാണ്. നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. പ്രയാസവും വേദനയും അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അറ്റാക്കോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്നുള്ള അറ്റാക്കും, ഏതൊക്കെ വിഷയങ്ങളാണ്, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ദൈവം നമുക്കൊരു ഫോർട്രസ് തന്നിട്ടുണ്ട്, ഒരു ദുർഗം തന്നിട്ടുണ്ട്. ആ ദുർഗം എന്തുവാ? ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോയി ഇരിക്കാനൊന്ന് പഠിക്കാമോ? അതൊന്ന് അനുഭവിക്കാമോ? ചെറുപ്പത്തിൽ അത് അനുഭവിക്കാൻ ഒക്കുമെങ്കിൽ അത് വലിയൊരു മുതലാണ്. പലരും ചെറുപ്പത്തിൽ അതൊന്നും സമയമെടുക്കത്തില്ല. പലപ്പോഴും ചെറുപ്പത്തില് അങ്ങ് ഓട്ടമാണ്. കാരണം ചെറുപ്പത്തില് എനർജി നിറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തെടുക്കാം എന്നുള്ളൊരു ഫീലിംഗ്.
അതുകൊണ്ട് നമ്മൾ കിടന്ന് ഓടും. ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്ന കാര്യം അത്രയും ചിന്തിക്കത്തില്ല. ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു 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 ദേവദാസൻ പറയുന്ന ഒരു കാര്യം കേട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിക്കും. പിന്നെ പറഞ്ഞു, 1/2 മണിക്കൂർ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ ദൈവസ്ഥാനത്തിൽ സമയം ചെലവഴിക്കണം. He said, all of you must spend half an hour in prayer every day. Half an hour, spend half hour with God. And then he said, if you're too busy and you don't have the time to pray half an hour, you don't have the time to spend half an hour with God, then you need to begin spending 1 hour before God every day. At first, I heard that and I was confused. ഞാനത് കേട്ടപ്പം ഞാൻ ഓർത്ത്, ഇത് എന്തുവായി പറയുന്നത്? ആദ്യം വെച്ചൊരു ഈ പറയുന്ന വ്യക്തി കൺഫ്യൂസ്ഡ് ആണോ? ഞാനും കൺഫ്യൂസ്ഡ് ആയി. പിന്നെ എനിക്ക് പിടികിട്ടു. ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിനും വേറെ ഒന്നും തുല്യമില്ല. അതായിരിക്കും നമ്മുടെ രക്ഷ, അതായിരിക്കും നമ്മുടെ ബലം. എന്നാലും എനിക്ക് സമയമില്ല, ഞാൻ ഒത്തിരി ബിസിയാണ്. അല്ലെങ്കിൽ ചിലർ പറയും, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ ആ സമയം അത്ര മീനിങ് ഫുൾ അല്ല, വലിയ പ്രയോജനമുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ സ്കെഡ്യൂൾ ഒത്തിരി ബിസിയായി, ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി ടയർഡാണ്, രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് പോവുകയും ചെയ്യണം. നിങ്ങൾക്കറിയത്തില്ല എനിക്ക് ചെയ്യേണ്ട എത്രയോ കാര്യങ്ങൾ. അല്ല, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് അത് നമ്മുടെ ദുർഗമാണ്. എത്ര തിരക്ക് കൂടുവാന്നോ അത്രയും കൂടുതൽ നമ്മൾ ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കണം. അതൊരു വേസ്റ്റ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പം പറയും, നിങ്ങള് സുവിശേഷകാർ, നിങ്ങൾ പാസ്റ്റർമാർ, ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാ, ഞങ്ങൾ ഇന്ന കാര്യം പ്രൊഫഷണൽ ചെയ്യുന്നവരാണ്. ഏത് ജോലിയാണെങ്കിലും, ഏത് ബിസിനസ് ആണെങ്കിലും, ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ച് ദൈവമായിട്ടുള്ള ബന്ധമൊന്ന് വളർത്തിയെടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന വർക്കിന് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വേഗതയും അതിൻ്റെ എളുപ്പവും അതിൻ്റെ ക്ലാരിറ്റിയും എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാത്തിൻ്റെ മേലും ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതിൻ്റെ മേൽ നമ്മുടെ മേലൊരു ദൈവത്തിന്റെ ടച്ച് ഉണ്ടെങ്കിലുണ്ടോ നമ്മൾ ചെയ്യുന്ന ആ വർക്കിനും വ്യത്യാസം ഉണ്ടാവും. സ്തോത്രം. ലേൺ ടു ബി സ്റ്റിൽ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. എൻ്റെ സമയം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. ആ വാക്യം ഒന്നുകൂടെ നോക്കാം. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. Be still because I am God. Be still because God will be exalted among the nations. അപ്പൊ എന്റെ വിഷയങ്ങളാണ് എനിക്ക് ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങളാണ് ഏറ്റവും വലുതായിരിക്കുന്നത്. എന്നാലും അതിന്റെ മധ്യേ we need to learn to be still. ശാന്തമായിരിക്കാൻ, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയാൻ അതിന്റെ മധ്യേ. എന്നാലും അത് അറിയുന്നത് ബ്രോഡായിട്ട് ചിന്തിക്കാമെങ്കിൽ അപ്പം എൻ്റെ കൂടെ ഉള്ള ദൈവം ഈ രാജ്യങ്ങളുടെ മേൽ അധികാരമുണ്ട്, ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. ഈ ഭൂമിയിലും അതിന്റെ മുകളിലും എല്ലായിടത്തുമുള്ള എല്ലാ പൈശാചിക ശക്തിയുടെ മേലും യഹോവയ്ക്ക് അധികാരമുണ്ട്. അതിനൊക്കെയും കൈകാര്യം ചെയ്യാൻ, അതിനൊക്കെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ദൈവത്തിന് ഒരു സൈന്യമുണ്ട്, ദൂതന്മാരുടെ ഒരു സൈന്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ അറിവിൽ വേണം. ദൈവം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു 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 ആബ്സ്ട്രാക്റ്റായിട്ടൊരു ഐഡിയ മാത്രമല്ല, ദൈവം എന്ന് ചിന്തിക്കുമ്പോൾ ആക്ച്വലായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇതേപോലെ മൊത്തത്തിന്റെ അധികാരമുള്ള ദൈവമാണ് എനിക്കുള്ളത്. അവസാനം be still because the God of Jacob is our fortress. ഈ ദൈവം എൻ്റെ ദുർഗമാണ്. സമയം ചെലവഴിക്കാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊന്ന് എൻകറേജ് ചെയ്യുന്ന ഈ ഒരു കാര്യം ഇതാണ്. What will it take for you to be still?
പിടിച്ചു കുലുക്കുന്ന ഈ പ്രശ്നത്തിന് മധ്യേ what will it take for you to be still? ദൈവത്തോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് ഞാൻ എടുക്കണം. ചിലർക്ക് ഈ കംപ്ലൈൻ പറയുന്ന കാര്യമായിരിക്കും നിർത്തേണ്ടത്, കംപ്ലൈനിങ്. ചിലരുണ്ട് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ആർഗ്യുമെന്റാണ്. ഞാനാ ശരി എന്നൊന്ന് ഉറപ്പിക്കണം. ഓക്കെ, കറക്റ്റ് ആയിരിക്കും, ഞാൻ ശരി അവർ തെറ്റ്, അതൊക്കെ ശരിയായി, അതൊക്കെ അങ്ങനെ ആയിരിക്കാം. എന്നാലും വിട്ടേരെ. എന്തുകൊണ്ട്? ബി സ്റ്റിൽ ബിക്കോസ് ഹി ഈസ് ഗോഡ്. കൂടുതൽ സമയം ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ ഇതിലെ ഓരോ വിഷയങ്ങൾ നമ്മളെ പിടിച്ചു കുലുക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുന്ന ഓരോ വിഷയങ്ങളും ദൈവസ്ഥനിൽ വെച്ചിട്ട് പറ, കർത്താവേ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ദൈവത്തിന്റെ കാര്യത്തിൽ സമർപ്പിക്കുന്നു. Be still because I am God. എന്നെ ഒന്ന് ശാന്തമാക്കണമേ. Help me to be still. Still my heart. Still my soul. Stop it. Be still because I am God. നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും മൊത്തമായിട്ട് ചിന്തിച്ചിട്ട് എല്ലാത്തിൻ്റെ മേലെ അധികാരമുള്ള ദൈവം എൻ്റെ ദുർഗമാണ്. ഈ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പോകുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അവരെ പിടിച്ചു കുലുക്കുന്ന വിഷയങ്ങൾ എന്തുവാന്ന് എനിക്കറിയാൻ ഒരു വഴിയില്ല. എന്നാലും ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ. അവരുടെ മനസ്സിൽ മാത്രമല്ല, ദൈവം ആരാന്നുള്ള അറിവ് അവരുടെ മനസ്സിൽ മാത്രമല്ല കർത്താവേ, അവരുടെ ഹൃദയത്തിലോട്ട് ഒന്ന് ഇറങ്ങട്ടെ, അവരുടെ വികാരത്തിലോട്ട് ഇറങ്ങട്ടെ, അവരുടെ വ്യക്തിത്വത്തിലോട്ട് ഇറങ്ങട്ടെ. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം, അതൊരു ഫിഗർ മാത്രമല്ല, ഒരു അനുഭവം മാത്രമല്ല കർത്താവേ, സ്തോത്രം. എന്നാലും ഈ ദൈവം രാജ്യങ്ങളുടെ മേൽ, ഈ ഭൂമിയുടെ മേൽ, എല്ലാ പൈശാചിക ശക്തിയുടെ മേലും എൻ്റെ മേലും അധികാരമുണ്ട്. എൻ്റെ എല്ലാ വിഷയത്തിനു മേലും അധികാരമുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ദൈവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാ നിറച്ചാട്ട് കർത്താവേ, ദൈവത്തെ സാന്നിധ്യം നിറച്ചാട്ട് കർത്താവേ, സ്തോത്രം. വർഷങ്ങളായിട്ട് മാറാതിരിക്കുന്ന രോഗം കർത്താവേ, യേശുവിന്റെ നാമത്തില് എല്ലാ രോഗാത്മാവിനെ ശാസിച്ച് ദൈവം വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങള്, കുടുംബത്തിലുള്ള പ്രശ്നങ്ങള്, ബന്ധങ്ങൾ തകർന്നിരിക്കുന്നത്, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനൊക്കാത്ത വിഷയങ്ങൾ, അതൊക്കെ ഞങ്ങൾ ദൈവകാലം സമർപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. ഇതിനെല്ലാത്തിനുമേ ദൈവത്തിന്റെ അധികാരമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും താങ്ങാനൊക്കാത്ത അവസ്ഥ വരുമ്പോൾ, ഞങ്ങളെ തകർക്കുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, കർത്താവേ, യഹോവ ഞങ്ങളുടെ ദുർഗമാണല്ലോ, ഞങ്ങളുടെ ഫോർട്രസ് ആണല്ലോ. ഞങ്ങൾ അങ്ങയുടെ സന്നിധി വരുന്ന കർത്താവേ, ഞങ്ങളൊന്ന് പിടിക്കണം കർത്താവേ. അങ്ങയുടെ കരുത്ത് ഞങ്ങളെടുത്ത് ബലപ്പെടുത്തുന്ന കർത്താവേ, സ്തോത്രം. കേട്ട ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ നിറച്ച് ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദൈവം കേട്ടാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.